നമ്മുടെയൊക്കെ വീട്ടിലെ പഴം വാങ്ങിക്കുന്ന ദിവസമേ കഴിച്ചതിന് ബാക്കി 2-3 ബാക്കി വരുമല്ലോ. അത് നമ്മളെവിടെയാണ് കൊണ്ട് വെക്കുക? ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അങ്ങനെ ഇരിക്കും. 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ഇരിക്കും. ഫ്രിഡ്ജിലിരിക്കുന്ന പഴമാട്ടെ 2 ദിവസം കഴിഞ്ഞാൽ തൊലിയും കറുത്തു പോകും. തൊലി കറുത്ത് പോയാൽ പിന്നെ മക്കൾ പോലും കഴിക്കത്തില്ല അല്ലേ. ഇനി അങ്ങനെയുള്ള പഴം വെറുതെ വേസ്റ്റായി കളയണ്ട കേട്ടോ. ഇതുപോലൊരു ബൗളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മിച്ചം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും കൂടെ അലിപ്പിച്ചെടുക്കാവേ. ബട്ടറിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓയിലുണ്ടെങ്കിൽ ഓയിൽ മതിയാവും. ബട്ടറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും ഇനി അതിലേക്ക് 1 നുള്ളുപ്പും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മുട്ടയും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് നമുക്ക് ചിലപ്പം വേണ്ടി വരില്ല. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ച് കലക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, ആ പഴത്തിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുവാണേ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഒന്ന് തട്ടിയെടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചിട്ട് ആ മിക്സും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. നിങ്ങൾക്ക് ഏത് ടിന്നിൽ വേണേലും ബേക്ക് ചെയ്യാം കേട്ടോ. ഇന്ന ടിന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ചെറിയൊരു കേക്ക് ടിൻ ഇരുന്നുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കുറച്ച് കാഷ്യൂവും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കുവാണേ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് പ്രീ ഹീറ്റായിട്ടിരിക്കുന്ന ഓവനിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് കൊടുക്കാം കേട്ടോ, ഒന്ന് ബേക്ക് ആവാനായിട്ട്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ പഴമൊക്കെ ബാക്കി വരുന്ന സമയത്തിന് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിരുന്നത് റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴമാണെങ്കിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ഒരു പഴത്തിന് പ്രത്യേക ഒരു ഫ്ലേവർ അല്ലേ. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്